പറഞ്ഞല്ലേ ഹസ്ബൻഡ് ക്യാബിൻ ക്രൂ ആണെന്ന്. അപ്പൊ തങ്കച്ചൻ പറഞ്ഞ തങ്കച്ചൻ ഇവിടുന്ന് പഞ്ചാബിലേക്ക് ഗോതമ്പെടുക്കാൻ വേണ്ട ലോറിയിലെ ക്യാബിൻ ക്രൂ ആണെന്ന് അവൻ. എനിക്ക് വീട്ടിൽ പോകണം, എന്നെ വീട്ടിൽ കൊണ്ടാക്ക. എല്ലാം കാട്ടുകഴുകളാണല്ലോ. ഒരു ചോദ്യം, ഗോതമ്പ് കഴിച്ചാ വെളുക്കുവോ? ഇതിനാദ്യമേ കറിയാ വെളുക്കുവല്ലേ? എന്റെ വീട്ടിലെ കറുത്ത താറാവ് ഇതുവരെ വെളുത്തില്ല ഗോതമ്പ് കഴിച്ചിട്ട്. അതിനേക്കാളും വേറെ സെറ്റപ്പ്. തങ്കച്ചൻ ഒരു ദിവസം കയറിയപ്പോഴേ മ്യൂസിക് ഇട്ടിട്ട് അതിന്റെ കൂടെ പറയണതാണ് നല്ലത്. നല്ല സാധനം. എയർ ഹോസ്റ്റസ് ചോദിക്കാണ് ഫ്ലൈറ്റ് വെച്ചേ. അപ്പൊ ഹവേ ഡ്രിങ്ക് ഇതിന് ഒരു 30. ഹലോ ഹവേ ഡ്രിങ്ക്. നിങ്ങൾ ഈ പഞ്ചാബി ഹൗസിലെ പെൺകുട്ടികളും ഉണ്ടല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പഞ്ചാബി ഹൗസ് സിനിമ ഉണ്ടായിരുന്ന അതിലൊരൊറ്റ പെണ്ണ് മാത്രമായിരുന്നു ഊമ. ഈ വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളും ഒരക്ഷരം വാ തുറന്ന് ചേച്ചി. അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണ്ടാ. അല്ല, ഇടയ്ക്ക് കയറി വന്ന് ആ സമയം കൊടുത്തിട്ടാണ് പറയണത്. ആഹാരം കഴിക്കുമ്പോ ഇടയ്ക്ക് കയറി വരും, ഫ്ലോറിലേക്കുമ്പോ വരൂല. ചേട്ടാ, അടുത്ത ക്രിസ്മസിനെ വീട്ടിലേക്കൊന്ന് വന്നോട്ടാ. ഈ ഉടുപ്പിട്ടുണ്ട്. എന്തിനാണ്? പുൽക്കൂട്ടി വെക്കാനാ. അജിംഷാ ഒന്ന് കാല് മാറ്റി ചവിട്ടു, അല്ലെങ്കിൽ ചെതലെടുക്കുന്നു. അജുംഷയ്ക്ക് ചേച്ചിയുടെ എന്തോ പറയാണ്ടെന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ സൈഡിലെ ഡോക്യുമെന്ററി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അല്ല, ഓർമ്മയുണ്ട്. ഇത് ഞങ്ങളുടെ സിംഗ്. ഇപ്പം ബസ്സിൽ കയറിയ പെൺപിള്ളേരുടെ കയ്യിൽ പ്രസ്സിങ്, പിന്നെ അവിടുന്ന് മിസ്സിങ്. അങ്ങനത്തെ ആളാണ് ഇവൻ സിംഗ്. സുമേഷ്, എനിക്ക് വീട്ടിൽ പോകണം. സുമേഷ്, ഞാൻ വീണ്ടും ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ആഴ്ചയിൽ വന്ന് ശ്രീകണ്ഠൻ സാറിനെ സ്വാധീനിക്കുവോ? എങ്ങനെയാണ് ഈ ഫ്ലോർ നിലനിർത്തുന്നത്? ഒന്നുമില്ല, എന്നെ അഴിച്ചു വിട്ടേക്കുമല്ലേ. എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു? എവിടെ നിന്ന് കിട്ടുന്നത് കുട്ടി ധൈര്യം? നിത്യ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് അജുബ്ഷയ്ക്ക് 4 വരി ഹിന്ദി സോങ് അതിന്റെ ആവശ്യം തോന്നുന്നില്ല. അവനെ ഇംപ്രസ് അല്ല ചെയ്യേണ്ടത്, അവനെ കംപ്രസ് ആണ് ചെയ്യേണ്ടത്. അജുബ്ഷ വന്ന ഗസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒന്ന് പാടാൻ പറയുമെന്ന് ചോദിച്ചിട്ട് പാടിക്കോട്ടെ. ആ ചേച്ചി അത്ര നിർബന്ധിക്കാണ് വേണേ പാടാം കേട്ടോ, കുഴപ്പമില്ല. അല്ല, ഞാൻ ചേച്ചി നിർബന്ധിച്ചൊന്നുമില്ല, പറയാൻ പറഞ്ഞതല്ലേ. മെഹന്തി ലഗാ കെ രഖ്നാ, ढोली सजा के रखना, मेहंदी लगा के रखना, ढोली सजा के रखना, लेने तुझे ये गौरी आएंगे तेरे सजना, मेहंदी लगा के रखना, ढोली सजा के रखना, मेहंदी लगा के रखना, ढोली सजा के रखना. എനിക്ക് മനസ്സിലാവത്തെ ഈ നീലക്കാക്കയ്ക്ക് രസിന് എങ്ങനെയാണ് കൊടുക്കുന്നത്? നീലക്കാക്ക രസിന അങ്ങനല്ലേ? അങ്ങനെ ഞാൻ രസിനെ കലക്കി കൊടുക്കുന്ന നീലക്കാക്കയ്ക്ക് രസിന കണ്ടു പഠിക്ക്. എന്തായാലും അടിപൊളിയായിട്ട് പാടി. നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമായി. ഒരു കുഞ്ഞുവാവെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു, അവൻ ഉറങ്ങുകയും ചെയ്തു. കൊച്ചിന് വേണ്ടി വേണേ പാട്ട് പാടണം. ഇനി പാടണ്ട. കൊള്ളാലോ, നീലക്കാക്ക രസന. അടിപൊളിയായിട്ട് പാടിട്ടാ.